മലയാളി പ്രണയിക്കാൻ ഒക്കെ പഠിപ്പിച്ച ശ്രീ SP വെങ്കടേഷ്, അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് ഈ നിമിഷം വരുന്നത്. പാൽനിലാവിലും ഒരു നൊമ്പരമായി. അതെ, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം അദ്ദേഹത്തിന്റെ 70ാം ജന്മദിനം ഈ വർഷമായിരുന്നു. പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എപ്പോഴും സംസാരിക്കുമ്പോൾ എപ്പോഴും കൂടുതൽ വീണ്ടും സിനിമയിൽ തിരിച്ചു വരണം, കൂടുതൽ മെലഡീസ് നൽകണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം പങ്കുവച്ചിരുന്നു. വളരെ ചെറുപ്പത്തില് സിനിമയിൽ പശ്ചാത്തല സംഗീതത്തിൽ ഗിറ്റാറൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ പ്രശസ്തനായിട്ടൊരു മാൻഡലിൻ വാദകനായിരുന്നു, പഴനി. പിന്നീട് ഡെന്നിസ് ജോസഫാണ് അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ടുവരുന്നത്. ഡെന്നിസിന്റെ ഒരു താല്പര്യത്തിലാണ് രാജാവിന്റെ മകൻ എന്ന സിനിമയിൽ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്. ഫസ്റ്റിലെ നമുക്കറിയാം, വെണ്ണിലെ ഗന്ധർവ വീണകൾ, അത് സൂപ്പർ ഹിറ്റായി. പിന്നീട് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടം മുഴുവൻ ഏതാണ്ട് 10 വർഷത്തോളം നമ്മുടെ വെങ്കടേഷിന്റെ ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു. അതായത് മെലഡിയും റിതമും കൂടിച്ചേർന്നിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. സലിൽ ചൗധരി, ശ്യാം, ജോയ് അവര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പാരമ്പര്യത്തിന്റെ ഒരു പിന്തുടർച്ചാവകാശി പോലെ വെങ്കടേഷ് മലയാളികളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ശരിയാണ്. നമുക്ക് ഏത് പാട്ട് എടുത്തു പറയാൻ കഴിയുമെന്നറിയില്ല. അത്രമേൽ മനോഹരമായ സംഗീതത്തിൻ്റെ ഉടമയായിരുന്നു SP വെങ്കടേഷ്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നിരവധി പാട്ടുകളാണ് നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്നത്. ഒരു ഓൾറൗണ്ടർ തന്നെയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ, ചടുലമായിട്ടുള്ള ഗാനങ്ങൾ ഒരുക്കുന്ന ആള് തന്നെയാണ്. വാൽക്കൻ എഴുതിയ എന്ന് പറയുന്ന ഒരു സെമി ക്ലാസിക്കൽ ഭാവമുള്ള ഒരു പാട്ട് നമുക്കുന്നത്. അതുപോലെ തന്നെയാണ് ജോണി വാക്കറിലെ പാട്ടുകൾ. ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഒരു ബ്രേക്ക് കൊടുത്ത സിനിമയാണ്. ഗിരീഷ് എന്നോട് ആദ്യകാലത്ത് പറയാറുണ്ട്, അദ്ദേഹം ട്യൂണിനനുസരിച്ചിട്ട് പാട്ട് എഴുതുന്ന ഇഷ്ടമില്ലാത്ത, അല്ലെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ വെങ്കടേഷുമായിട്ടിരുന്ന് ആണ് ശാന്തമീ രാത്രിയിൽ എന്ന പാട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്രേക്കായി മാറിയ ആ പാട്ട് എഴുതിയത്. അതിലെല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. കൗരവറായാലും സൈന്യം, അതൊക്കെ പുതിയ കാലത്തിനെ അതിജീവിച്ച്, അതായത് കാലത്തിനപ്പുറത്തേക്ക് വളർന്ന പാട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സൈന്യത്തിൽ ബാഗി ജീൻസും ടോപ്പും അണിഞ്ഞ് ആ കാലത്ത് ഒരു ട്രെൻഡായിരുന്നു. അതെ, റാപ്പ് മ്യൂസിക്കിന്റെ ഒക്കെ ഒരു ആദ്യകാല രൂപം എന്ന് പറയപ്പെടുന്ന ഒരു പാട്ടാണത്. അതുപോലെ സോപാനത്തിലെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം സെമി ക്ലാസിക്കൽ പാട്ടുകളാണ്. എല്ലാം ദാസേട്ടൻ്റെ ഒക്കെ സെമി ക്ലാസിക്കൽ പാട്ടുകളാണ് അതിൽ മുഴുവൻ കൈതപ്പം എഴുതിയിട്ടുള്ള പാട്ടുകൾ. അപ്പോൾ എല്ലാ തരത്തിലുള്ള പാട്ടുകളും. പിന്നെ വേറൊരു ഏറ്റവും ഡെന്നീസ് എപ്പോഴും പറയാറുള്ള കാര്യം, ഇത്രയും വേഗതയിൽ റീറെക്കോർഡിങ് ചെയ്യുന്ന, അതായത് പശ്ചാത്തല സംഗീതം ഇത്രയും വേഗതയിൽ നിർവഹിക്കുന്ന വളരെ അപൂർവം പേര് ഇന്ത്യൻ സിനിമയിൽ തന്നെയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ആ കാലത്ത് മിക്ക സിനിമകളിലും, ഇപ്പോൾ ഗാനങ്ങളുടെ സംഗീത സംവിധാനം മറ്റേതെങ്കിലും ആളാണെങ്കിൽ പോലും ആ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എപ്പോഴും വെങ്കടേഷാണ് ചെയ്തിരുന്നത്.